ഒടുവിൽ PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ CPI ഉയർത്തിയ എതിർപ്പിന് വഴങ്ങി CPIM. PM ശ്രീ ധാരണാപത്രം പരിശോധിക്കുന്നതിന് 7 അംഗ മന്ത്രിസഭ ഉപസമിതി രൂപീകരിച്ചു. സമിതി റിപ്പോർട്ട് നൽകുന്നതുവരെ തുടർ നടപടികൾ നിർത്തിവെച്ചു. കേന്ദ്ര സർക്കാരിനെ ഇക്കാര്യം രേഖാമൂലം അറിയിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒരു പകൽ മുഴുവൻ നീണ്ട മാരത്തൺ ചർച്ചകൾക്ക് ശേഷമാണ് ഇടതുമുന്നണിയെ പിടിച്ചുലച്ച രാഷ്ട്രീയ കൊടുങ്കാറ്റ് നിയന്ത്രണ വിധേയമായത്. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കരുതിയതുപോലെ ആയിരുന്നില്ല PM ശ്രീ വിഷയത്തിൽ കാര്യങ്ങൾ അവസാനിച്ചത്. CPI കടുപ്പിച്ചപ്പോൾ CPM-ന് അയയാതെ വഴിയുണ്ടായിരുന്നില്ല. അങ്ങനെ PM ശ്രീയിൽ U-ടേൺ. പദ്ധതി പഠിക്കാൻ 7 അംഗ മന്ത്രിസഭ ഉപസമിതി. റിപ്പോർട്ട് വരുന്നതുവരെ തുടർ നടപടികൾ ഉണ്ടാകില്ല. ഇക്കാര്യം കേന്ദ്രത്തെ രേഖാമൂലം അറിയിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചു. ആ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് റിവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് 7 അംഗങ്ങളുള്ള ഒരു മന്ത്രിസഭാ ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. PM ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഈ റിപ്പോർട്ട് വരുന്നതുവരെ നിർത്തിവെക്കുന്നതാണ്. ആ കാര്യം കേന്ദ്ര സർക്കാരിനെ കത്ത് മുഖേന അറിയിക്കുകയും ചെയ്യും. മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് പ്രശ്നം പരിഹരിക്കുക എന്നതായിരുന്നു CPM ലക്ഷ്യം. AKG സെന്ററിലും MN സ്മാരകത്തിലും കൂടിയാലോചനകൾ രാവിലെ തുടങ്ങി. മുഖ്യമന്ത്രിയും പാർട്ടി ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും AKG സെന്ററിൽ എത്തിയതോടെ CPI നേതൃത്വത്തിന് കൈമാറേണ്ട സമവായ ഫോമുല രൂപപ്പെട്ടു. MN സ്മാരകത്തിലും തിരക്കിട്ട ചർച്ചകൾ. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം K പ്രകാശ് ബാബുവും കൂടിയാലോചനയിൽ. 24-ലൂടെ ഒരു പുതിയ വിവരം നമ്മൾ പുറത്തുവിടുന്നു. CPIയുടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. എന്തായാലും ധാരണാപത്രം മരവിപ്പിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഒരു കത്ത് ഇപ്പോൾ നൽകണമെന്നാണ് CPI ആവശ്യപ്പെട്ടിരുന്നത്. ആ കത്തിന്റെ കരട് CPIM തയ്യാറാക്കി CPI നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. മസ്കറ്റ് ഹോട്ടലിലെ പ്രഭാത ഭക്ഷണ ടേബിളിന്റെ ഇരുവശത്തും MA ബേബിയും ബിനോയ് വിശ്വവും. CPIM തീരുമാനം ബേബി വിശദീകരിച്ചു. കാര്യങ്ങൾ സമവായത്തിലേക്ക്. കേന്ദ്രത്തിന് കൈമാറാനുള്ള കത്തിന്റെ കരട് CPIക്ക് സ്വീകാര്യം. മന്ത്രിസഭാ ഉപസമിതിയിൽ 2 CPI മന്ത്രിമാർ. ഇതോടെ ഇന്നത്തെ ക്യാബിനറ്റിൽ 4 CPI മന്ത്രിമാരും പങ്കെടുക്കുമെന്ന് ഉറപ്പായി. വിജയത്തിന്റെയോ പരാജയത്തിന്റെയോ കണക്കെടുക്കാൻ CPI ഇല്ല. CPI പറയും വിജയത്തിന്റെ കാര്യമാണ് പറയേണ്ടതെങ്കിൽ ഈ വിജയം LDFന്റെ വിജയമാണ്, ഇടതുപക്ഷ ഐക്യത്തിന്റെ വിജയമാണ്, ഇടതുപക്ഷ ആശയത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും വിജയമാണ്. AKG സെന്ററിലെത്തി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ കണ്ടു. മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരെ കാണുമെന്ന് സ്ഥിരീകരിച്ചത് ഡൽഹിയിൽ അജോയ് ഭവനിൽ D. രാജ ആയിരുന്നു. There is some positive development that government will take a position to convey this to union government and the chief minister will explain. സമീപകാലത്ത് രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിച്ച ഉദ്വേഗഭരിതമായ മണിക്കൂറുകൾക്ക് ശേഷം അങ്ങനെ സമവായം. പിരിമുറുക്കത്തിന് അയവ് വന്നത് ഇടതു നേതാക്കളുടെ മുഖത്തും പ്രതിഫലിച്ചു. ക്യാബിനറ്റിന് ശേഷം മന്ത്രിമാർ ചിരിയോടെ പുറത്തേക്ക്. മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാൻ മീഡിയ റൂമിലേക്കും. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമല്ലോ. ഏത് പ്രശ്നമായാലും പരിഹരിക്കും. പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെല്ലാം പരിഹരിക്കും. അതിനെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിൻ്റെതായ സംവിധാനങ്ങളുണ്ട്. പൊളിറ്റിക്കൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.